Hi all, in this lecture series we are discussing about analog data to digital signal transmission. Okay, here we are using two type of conversion methods. That means the analog data is converted to digital signal for transmission. This is actually what done in this area. Okay, then there are using two techniques we are using there, that is pulse code modulation and delta modulation. And the process of converting analog data into digital data is called digitalization. Okay, then the two technique we are going into details of these two technique. First one we are dealing with pulse code modulation. Okay, in pulse code modulation what happens is we are taking an analog signal and we convert this analog signal into a digital value. Okay, the process involved in converting this analog signal to digital data are used as the first technique in that is sampling, then quantizing, then encoding. Sampling is the process of taking different samples from this analog signal. Okay, that means we are taking we are taking different samples from our analog data, then those are called samples of that analog signal, or we are taking some points from the analog signal to generate our digital data. The basic of the first step is sampling technique. Okay, so after sampling we are taking these samples. These are my samples, or samples means we can represent our analog signal by using these samples. Okay, so after taking the sample we are giving to a quantizer. Okay, what the quantizer is done is the quantizer will generate different, or it will take different signal levels to represent my അനലോഗ് ഡാറ്റ ഓർ അനലോഗ് സിഗ്നൽ എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. എൻ്റെ അനലോഗ് ഡാറ്റ ഇതാണ് എൻ്റെ അനലോഗ് സിഗ്നൽ. ആ അനലോഗ് സിഗ്നലിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി ഡിഫറെൻറ്റ് സിഗ്നൽ ലെവൽസ്, അല്ലെങ്കിൽ ആ അനലോഗ് സിഗ്നൽ ട്രാൻസ്മിറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡിഫറെൻറ്റ് സിഗ്നൽ ലെവൽസിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, എന്ന് വെച്ചാൽ ഇത് ഒരു സിഗ്നൽ ലെവൽ, ദിസ് ഈസ് അനദർ വൺ, ദിസ് ഈസ് അനദർ വൺ, ദിസ് ഈസ് അനദർ വൺ, ദിസ് ഈസ് അനദർ വൺ, ലൈക്ക് ദാറ്റ് ദ സിഗ്നൽ ലെവൽസ് വിച്ച് ഈസ് യൂസ്ഡ് ടു റെപ്രസെൻറ്റ് ദാറ്റ് സൈൻ വേവ് ഓർ ദാറ്റ് അനലോഗ് ഡാറ്റ. ആ അനലോഗ് ഡാറ്റയെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡിഫറെൻറ്റ് സിഗ്നൽ ലെവൽസിനെയാണ് പറയുന്നത്. ഓക്കെ, ബൈ ആഫ്റ്റർ ക്വാണ്ടൈസിങ് ദെൻ വി ടേക്ക് ഇറ്റ് എൻകോഡിങ്. എൻകോഡിങ് എന്ത് ചെയ്യും, നമുക്ക് ഡിജിറ്റൽ വാല്യൂസ് കിട്ടും. ദോസ് ഡിജിറ്റൽ ഡാറ്റ വി ആർ ട്രാൻസ്ഫറിങ്. ഇനി നമ്മൾ അതിൻ്റെ അകത്ത് ഒന്നും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പോവുകയാണ്. പൾസ് കോഡ് മോഡുലേഷനിൽ ദർ ആർ എന്താണ് 3 പ്രോസസ് ആണുള്ളത്. ദ ഫസ്റ്റ് വൺ ഈസ് സാമ്പിളിംഗ്, ദറ്റ് ഈസ് അനലോഗ് സിഗ്നലിൻ്റെ അകത്തുനിന്ന് സാമ്പിൾസ് എടുക്കും. ദെൻ ഈ സാമ്പിൾ സെക്കൻഡ് പ്രോസസ്സ് പറഞ്ഞാൽ എന്താണ്, സാമ്പിൾ ചെയ്ത സിഗ്നൽസിനെ എന്ത് ചെയ്യും, ക്വാണ്ടൈസ്ഡ് ചെയ്യും. ദെൻ ക്വാണ്ടൈസ്ഡ് വാല്യൂസിനെ എന്ത് ചെയ്യും, എൻകോഡ് ചെയ്തിട്ട് വി വിൽ ബി സെൻഡ് ദോസ്. ഓക്കെ, ഇനി നമ്മൾ സാമ്പിളിംഗ് പഠിച്ചു, ക്വാണ്ടൈസ്ഡ് പഠിച്ചു, ഇതുപോലെ. ഇനി അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഓരോന്നും ഡീറ്റെയിൽ ചെയ്യാണ്. വാട്ട് യു മീൻ ബൈ, ഓർ വാട്ട് വി മീൻ ബൈ സാമ്പിളിംഗ് തിയറം. എന്താണ് സാമ്പിളിംഗ് തിയറം? സാമ്പിളിംഗ് തിയറം നമ്മൾ ഫസ്റ്റ് മോഡ്യൂളിൽ പഠിച്ചു, നാക്വിസ്റ്റ് ബാൻഡ് വിഡ്ത്ത് പഠിച്ചു. ഓക്കെ, നാക്വിസ്റ്റ് ബാൻഡ് വിഡ്ത്ത് പറയുന്നതിന് ബി എന്ന് പറയുന്ന ഒരു ബാൻഡ് വിഡ്ത്ത് ഉണ്ടെങ്കിൽ ഇറ്റ് ഈസ് സഫിഷ്യൻറ്റ് ടു ട്രാൻസ്ഫർ 2B. നമുക്ക് എന്താണ്, ആ ബിക്ക് ഇരട്ടി അല്ലെങ്കിൽ 2B സിഗ്നൽ നമുക്ക് എന്ത് ചെയ്യാം, ട്രാൻസ്മിറ്റ് ചെയ്യാം എന്നാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ സാമ്പിളിംഗ് മെത്തേഡിലേക്ക് വരികയാണ്. എന്താണ് സാമ്പിളിംഗ്? If a signal is sampled at a regular intervals at a rate higher than twice the highest signal frequency, the samples contain all information in original signal. എന്ന് വെച്ചാൽ പറയുന്നത് ഇത്രേ ഉള്ളൂ, ഒറിജിനൽ സിഗ്നലിലെ എല്ലാ ഇൻഫോർമേഷൻസും എവിടെയാണ്, നമ്മൾ സാമ്പിൾ ചെയ്യുമ്പോൾ ഹയസ്റ്റ് ഫ്രീക്വൻസിയുടെ ടോയ്സ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് കണ്ടെയ്ൻ ചെയ്യും. ദാറ്റ് മീൻസ് the sampled, we are sampling at a regular interval at a rate. ആ റേറ്റ് എത്രയ്ക്കാണ് നമ്മൾ സാമ്പിൾ ചെയ്യുന്നതെന്നുള്ള റേറ്റ് ആണ് പറയുന്നത്. ഫോർ എന്താണെന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ, നമ്മൾ പറയുന്നത് ഇത്രയാണ്. ഞാൻ എൻ്റെ സിഗ്നലിനെ, ഇതാണ് എൻ്റെ സിഗ്നൽ, ഞാൻ ഇതിനെ സാമ്പിൾ ചെയ്യുമ്പോൾ ആ സാമ്പിൾ ചെയ്യുന്നതെന്ന് പറയുന്നത് ഈക്വൽ ഇൻ്റർവെല്ലാണ്.
ഇനിയും ഈക്വൽ ഇൻ്റർവെല്ലിൽ സാമ്പിൾ ചെയ്യുമ്പോൾ ആ സാമ്പിൾസ് എന്തായിരിക്കണം? ബി എന്ന് പറഞ്ഞാണെങ്കിൽ അതിന് നേരെ ഇരട്ടിയാണെങ്കിൽ എല്ലാ ഇൻഫർമേഷൻസും കണ്ടെയ്ൻ ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ ഇതാണ് സാമ്പിൾസ് എങ്കിൽ ഓക്കെ, ഈക്വൽ ഇൻ്റർവെല്ലിൽ എടുത്തു. ഇറ്റ് ഈസ് സഫിഷ്യൻറ്റ് ടു കണ്ടെയ്ൻ ഓൾ ദി ഇൻഫർമേഷൻ ഓഫ് ദിസ് ഒറിജിനൽ സിഗ്നൽ. ഓക്കെ, അപ്പോൾ ആ ഒറിജിനൽ സിഗ്നലിൻ്റെ എല്ലാ കാര്യങ്ങളും എന്തായിരിക്കും? ആ സാമ്പിൾസിൽ കണ്ടെയ്ൻ ചെയ്യും. അതിന് എക്സാമ്പിളാണ് പറയുന്നത്. ഒരു വോയിസ് സിഗ്നൽ ഉണ്ടെങ്കിൽ ആ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 4000 ഹെർട്സ് ആണെങ്കിൽ 8000 സാമ്പിൾസ് ഒരു സെക്കൻഡിൽ എടുത്തു കഴിഞ്ഞാൽ എല്ലാ ഇൻഫർമേഷൻസും നമുക്ക് ആ സിഗ്നലിനകത്ത് അല്ലെങ്കിൽ ആ സാമ്പിൾസിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. ഓക്കെ, സാമ്പിൾ അത് ഒന്നും കൂടി ഡീറ്റെയിൽ ചെയ്യണം. എന്താണ് നോക്കുക. നമുക്കൊരു സൈൻ വേവ് ഉണ്ട്. വി ഹാവ് എ സൈൻ വേവ്. ഇതാണ് എൻ്റെ സൈൻ വേവ്. ഈ സൈൻ വേവിനെ എനിക്ക് ഫുള്ളി റെപ്രസെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താണ്? മിനിമം നമ്പർ ഓഫ് സാമ്പിൾസ്. ഇതാണ് എൻ്റെ സാമ്പിൾ പോയിന്റ്. ദീസ് ആർ മൈ സാമ്പിൾ പോയിന്റ്സ്. അപ്പോൾ ഈ സാമ്പിൾ പോയിന്റ്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എനിക്ക് ഈ സൈൻ വേവിനെ റീജനറേറ്റ് ചെയ്യാൻ പറ്റും. ഇതൊരു സാമ്പിളാണ്. ഓക്കെ, റീജനറേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ദാറ്റ് ഈസ് സഫിഷ്യൻറ്റ്. അപ്പോൾ ഇതാണ് നെക്വസ്റ്റ് പറയുന്നത്. ഒരു ഫ്രീക്വൻസി ഉണ്ടെങ്കിൽ 2f എന്ന് പറയുന്ന ഫ്രീക്വൻസിയിൽ സാമ്പിൾ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ആ സിഗ്നലിനെ ഫുള്ളി റെപ്രസെൻറ്റ് ചെയ്യാം. നോക്കിയേ, എനിക്ക് ഈ സിഗ്നലിനെ റെപ്രസെൻറ്റ് ചെയ്യാനുള്ള ഞാൻ സാമ്പിൾസ് എടുത്തു. നോക്കി, ഇതാണ് എൻ്റെ സാമ്പിൾസ്. ഓക്കെ, ദീസ് ആർ മൈ സാമ്പിൾസ്. സോ ദാറ്റ് ബൈ യൂസിങ് ദീസ് സാമ്പിൾസ് ഐ ക്യാൻ റെപ്രസെൻറ്റ് മൈ സൈൻ വേവ്. ഓക്കെ, എനിക്ക് സൈൻ വേവ് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. സോ എന്താണ്? എനിക്ക് ആ സിഗ്നൽ റീജനറേറ്റ് ചെയ്യാൻ പറ്റും. ഇതാണ് സാമ്പിൾ. ഇനി വേറൊരു കാര്യമുണ്ട്, ഓവർ സാമ്പിളിങ്. ഓവർ സാമ്പിളിങ് നോക്കിയേ, എനിക്ക് ആ സിഗ്നലിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ മിനിമം റിക്വയർ ആയിട്ടുള്ള അല്ലെങ്കിൽ നെക്വസ്റ്റ് പറയുന്നതിനെക്കാട്ടിൽ ഓവറായിട്ട് സാമ്പിൾ ചെയ്തു. ഓവറായിട്ട് സാമ്പിൾ ചെയ്യുമ്പോൾ നോക്കിയേ, ദിസ് ഈസ് 1 പോയിന്റ്, സ്റ്റാർട്ടിംഗ് പോയിന്റ്. ഇവിടെ ഒരു പോയിന്റ് എടുത്തു. ദിസ് ഈസ് ഓൾറെഡി ദെയർ, ദിസ് ഈസ് ദെയർ, ദിസ് ഈസ് ദെയർ, ദിസ് ഈസ് ദെയർ. ഉണ്ടോ? എല്ലാ സാമ്പിളും എടുത്തു. പക്ഷേ ഇവിടെ ഒരു വ്യത്യാസം നോക്കുക. ഈ ഒരു പോയിന്റ്, ഈ ഒരു പോയിന്റ്, ഈ ഒരു പോയിന്റ്, ഈ ഒരു പോയിന്റ്, ഇതൊക്കെ എന്ന് പറയുന്നത് ഇല്ലേൽ പോലും ദോസ് പോയിന്റ്സ് ഈസ് നോട്ട് ദെയർ എങ്കിൽ പോലും നമുക്ക് ആ സിഗ്നൽ വരയ്ക്കാം. പക്ഷേ ആ പോയിന്റ് എടുത്തപ്പോൾ എന്താ? ഓവർ സാമ്പിളിംഗ് ആണ്. എന്ന് വെച്ചാൽ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട്, അൺവാണ്ടഡ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഒരുപാട് സാമ്പിൾസ് എടുത്തു. സോ ദാറ്റ് വിൽ ക്രിയേറ്റ് എന്താണ്? വെറുതെ അൺവാണ്ടഡ് ആയിട്ട് നമ്മൾ വെറുതെ സാമ്പിൾസ് ചെയ്തു. ദീ സാമ്പിൾസ് ഇതില്ലേലും എനിക്ക് എന്ത് ചെയ്യാം? സൈൻ വേവ് റെപ്രസെൻറ്റ് ചെയ്യും. ഇവിടെ നോക്കി ഉണ്ടോ? അതാണ് പറയുന്നത്. ദാറ്റ് ഈസ് ഓവർ സാമ്പിളിങ്ങിൻ്റെ എറർ. നെക്സ്റ്റ് ഈസ് എന്ന് പറയുന്നത് എന്താണ്? അണ്ടർ സാമ്പിളിംഗ് എറർ. അണ്ടർ സാമ്പിളിംഗ് എറർ എന്ന് പറഞ്ഞാൽ എഫ് എന്ന് പറയുന്നതിന് ഞാൻ എഫ് എടുത്തു. ഇവിടെ ഞാൻ എന്ത് ചെയ്തു? എഫ് എടുത്തപ്പോൾ അത് 2f മേളിലായി. അപ്പോൾ 4f എടുത്തു. അപ്പോൾ ഓവർ സാമ്പിളിംഗ് ആയി. ഇത് അണ്ടർ സാമ്പിളിംഗ് ആണ്. അണ്ടർ സാമ്പിളിംഗ് ഞാൻ നോക്കിയേ, എന്ത് ചെയ്തു? ഇവിടെ ഒരു പോയിന്റ് ഇട്ടു, ദെൻ ഇവിടെ ഒരു പോയിന്റ് ഇട്ടു, ദെൻ ഇവിടെ ഒരു പോയിന്റ് ഇട്ടു, ഇവിടെ പോയിന്റ് ഇട്ടു. പക്ഷേ ആക്ച്വലി ഇവിടെ ഒരു പോയിന്റ് ഇല്ല. എനിക്ക് ആ സിഗ്നലിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. നോക്കിയേ, കണ്ടോ? എന്താണ്? പോയിന്റ് പോകുന്നത് നേരെ ഈ പോയിന്റിലേക്ക്. കണ്ടോ? ഇതിലേക്ക് പോയി, ദെൻ ഇതിലേക്ക് പോയി, ദെൻ എങ്ങോട്ട് പോയി? ഇതിലേക്ക് പോയി. എനിക്ക് ആ സിഗ്നൽ, ഒറിജിനൽ സിഗ്നലിനെ റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ അണ്ടർ സാമ്പിളിങ്ങും എന്താണ്? എററായിട്ട് വരുന്നു. ഓക്കെ, ഇനി അത് വെച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? പൾസ് കോഡ് മോഡുലേഷൻ പറയുന്നത്. പൾസ് കോഡ് മോഡുലേഷനിൽ ഓർക്കുക, ദിസ് ഈസ് മൈ സിഗ്നൽ. ഓക്കെ, ദിസ് ഈസ് മൈ സിഗ്നൽ. ഇതാണ് എൻ്റെ എന്ത്? സിഗ്നൽ. ഓക്കെ, ഈ സിഗ്നലിനെ ഫസ്റ്റ് പ്രോസസ്സിൽ ഞാൻ ചെയ്യുന്നത് എന്താണ്? നെക്വസ്റ്റ് ബാൻഡ് വിഡ്ത്തിൻ്റെ റേഞ്ചിൽ സാമ്പിൾ ചെയ്തു. നെക്വസ്റ്റ് ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് എന്താണ്? ബി എന്ന് പറയുന്നുണ്ടെങ്കിൽ 2b മതി. ഓക്കെ, അപ്പോൾ 2b. അപ്പോൾ എന്താണ്? ബി എന്ന് പറഞ്ഞാൽ ബാൻഡ് വിഡ്ത്ത്. ഓക്കെ, 2f. അപ്പോൾ എന്ത് ചെയ്തു? ഞാൻ എൻ്റെ ടൈം പീരീഡ് കണ്ട് എന്താണ്? 1/2b. അപ്പോൾ ഈ ഇൻ്റർവെല്ലിൽ വേണം ഞാൻ സാമ്പിൾസ് എടുക്കാൻ. നോക്കിയേ, ആ ഇൻ്റർവെല്ലിലാണ് ഞാൻ സാമ്പിൾസ് എല്ലാം എടുത്തിരിക്കുന്നത്. നോക്കിയേ, ഈ ഇൻ്റർവെല്ല് ഈക്വൽ ഇൻ്റർവെല്ലാണ് സാമ്പിൾസ് എല്ലാം എടുത്തിരിക്കുന്നത്. ഓക്കെ, ഈക്വൽ ഇൻ്റർവെല്ലിൽ സാമ്പിൾസ് എടുത്തു. ഓക്കെ, ഈക്വൽ ഇൻ്റർവെല്ലിൽ സാമ്പിൾസ് എടുത്തു. അപ്പോൾ ദീസ് ആർ മൈ സാമ്പിളിംഗ് പോയിന്റ്സ്. ഓക്കെ, ഇത് ദെൻ ദിസ് വൺ, ദെൻ ദിസ് വൺ, ദെൻ ദിസ് വൺ, ദിസ് വൺ ആൻഡ് ദിസ് വൺ ആൻഡ് ദിസ് വൺ. അപ്പോൾ ഇത്രയും സാമ്പിൾ പോയിന്റ്സ് എടുത്തപ്പോൾ എനിക്ക് ആ സിഗ്നലിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റി. അപ്പോൾ സാമ്പിളിംഗ് എന്താണെന്ന് ഞാൻ പറഞ്ഞു. ഇനി നെക്സ്റ്റ് ഞാൻ പറഞ്ഞു ക്വാണ്ടൈസ്. ക്വാണ്ടൈസ് എന്ന് പറഞ്ഞാൽ എത്രയേ ഉള്ളൂ, എനിക്ക് ഈ സിഗ്നലിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന എന്താണ്? ലെവലാണ്, അല്ലേ? വോൾട്ടേജ് ലെവലിനെയാണ് എന്തോ നെക്സ്റ്റ് എടുക്കുന്നത്. അപ്പോൾ എത്ര സിഗ്നൽ ലെവൽ ഉണ്ടോ, സിഗ്നൽ ലെവൽ ഉപയോഗിച്ച് എനിക്ക് ഈ ഡാറ്റയെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും വിത്തൗട്ട് ഏറ്റവും മിനിമം നമ്പർ ഓഫ് എറർ ആയിട്ട് എനിക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. ഹിയർ ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് 16 എന്താണ്? ലെവലാണ്. 16 വോൾട്ടേജ് ലെവൽ അല്ലെങ്കിൽ 16 വോൾട്ടേജ് ലെവൽ വെച്ചാണ് ഞാൻ എന്ത് ചെയ്തിരിക്കുന്നത്? എൻ്റെ ഡാറ്റയെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. ദാറ്റ് ഈസ് ഫ്രം 0 to 16. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? എൻ്റെ വോൾട്ടേജിനെ ഞാൻ എന്ത് ചെയ്തു?
ഡിവൈഡ് ചെയ്തു. എന്താണ്? ഡിഫറെൻറ്റ് ലെവൽസ്, 16 ലെവൽസ്, ഈക്വൽ 16 ലെവൽസ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഓക്കെ, ദിസ് ഈസ് മൈ വോൾട്ടേജ് ലെവൽ. ഓക്കെ ഓക്കെ ഓരോന്നും ഞാൻ വോൾട്ടേജ് ലെവൽ വെച്ച് ഡിവൈഡ് ചെയ്തു. ഇനി ദിസ് ഈസ് കോൾഡ് മൈ നോർമലൈസ്ഡ് മാഗ്നിറ്റ്യൂഡ്, ദാറ്റ്സ് വോൾട്ടേജ്. നോർമലൈസ്ഡ് മാഗ്നിറ്റ്യൂഡ് വെച്ച് ഞാൻ എന്ത് ചെയ്തു? നോർമലൈസ് ചെയ്തു. അപ്പോൾ എനിക്ക് എന്ത് ചെയ്തു? ഡിഫറെൻറ്റ് ലെവൽസ് കിട്ടി എൻ്റെ സിഗ്നലിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി. ഞാൻ 16 ലെവൽസ്, നമുക്ക് 16 ഉപയോഗിക്കാം, 8 ഉപയോഗിക്കാം, 4 ഉപയോഗിക്കാം, 2 ഉപയോഗിക്കാം. ഓക്കെ, ഇറ്റ് ഈസ് ഡിപ്പെൻഡിങ് അപ്പോൺ അസ്. ഓക്കെ, അപ്പോൾ ഞാൻ 16 ലെവൽ ഉപയോഗിച്ചപ്പോൾ എനിക്ക് എറർ കുറവ്. ഇനി സെക്കൻഡ് സ്റ്റെപ്പിൽ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ക്വാണ്ടൈസേഷൻ ആണ് ചെയ്യുന്നത്. എങ്ങനെയാണ് ക്വാണ്ടൈസേഷൻ ചെയ്യുന്നത്? ക്വാണ്ടൈസേഷൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇത് നോക്കിയാൽ ഇതിപ്പോൾ 1.1 ആണ് കിട്ടിയിരിക്കുന്നത്. പക്ഷേ 1.1നെ എനിക്ക് നോർമലൈസ്ഡ് പോയിന്റിലേക്ക് മാറ്റാൻ പറ്റുന്നില്ല. ദാറ്റ് ഈസ് 1ലേക്ക് അല്ലെങ്കിൽ 1.1 കളഞ്ഞാൽ എനിക്കൊരു കോൺസ്റ്റൻ്റ് ആയിട്ട് അല്ലെങ്കിൽ എന്താണ് ഒരു റെഗുലർ ആയിട്ടുള്ള ഒരു നോർമലൈസ്ഡ് വാല്യൂയിലേക്ക് മാറ്റാൻ പറ്റുന്നത്. സോ നമ്മൾ എന്ത് ചെയ്തു? ക്വാണ്ടൈസേഷൻ ചെയ്തു. ക്വാണ്ടൈസേഷൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. സിമ്പിൾ കേസാണ് ഇത്, നമ്മൾ പഠിച്ചിരിക്കുന്നത്. ഇപ്പോൾ 0യും 1ഉം ആണ് വരുന്നത്. സോ അത് തമ്മിലുള്ള ഡിഫറൻസ് എടുത്തു. അത് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 1 കിട്ടി. 1/2 എടുത്തപ്പോൾ അതിൻ്റെ എന്താണ് 0.5 എന്ന് കിട്ടി. അപ്പോൾ ഈ 0.5 വെച്ച് ഞാൻ എന്ത് ചെയ്താൽ മതി? ആഡ് ചെയ്താൽ മതി. അപ്പോൾ നോക്കിയേ 0 + 0.5, അപ്പോൾ എനിക്കൊരു 0.5ൽ ഒരു ഡോട്ടർ ലൈൻ കിട്ടി. അപ്പോൾ ഈ ഡോട്ടർ ലൈൻ ദെൻ 1 എന്ന് പറഞ്ഞ് കിട്ടി. 1ഉം 2ഉം തമ്മിലെടുത്തു. ദാറ്റ് ഈസ് ദ ഡിഫറൻസ് ഈസ് 0.5. സോ 1 + 0.5 ഇറ്റ് ഈസ് 1.5. അപ്പോൾ എനിക്ക് ഈ ലൈൻ കിട്ടി. ദെൻ 2.5, 3.5, 4.5, അങ്ങനെ 5.5, 6.5, 7.5, അങ്ങനെ എനിക്ക് എന്ത് ചെയ്തു? 15 വരെയുള്ള ലൈൻസ് കിട്ടി. ഓക്കെ, ദെൻ ഞാൻ റെപ്രസെൻറ്റ് ചെയ്തു എന്താണ്? ദ ഫസ്റ്റ് ലൈൻ എപ്പോഴും എന്താ? 0 സ്റ്റാർട്ട് ചെയ്തു. സോ 0 സ്റ്റാർട്ട് ചെയ്തു. 1, 2, 3, 4, 5, 6, അങ്ങനെ 15 വരെ ഓക്കെ റെപ്രസെൻറ്റ് ചെയ്തു. ദെൻ നമ്മൾ എന്താണ് ചെയ്യുന്നത്? അപ്പോൾ എനിക്ക് എന്ത് ചെയ്തു? ക്വാണ്ടൈസേഷൻ ലെവൽസ് കിട്ടി. ഓരോ നോർമലൈസ്ഡ് ലെവൽ കിട്ടി. നോർമലൈസ്ഡ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഹയസ്റ്റ് മൈനസ് ലോവസ്റ്റ് ഡിവൈഡ് ബൈ 2. അപ്പോൾ 1 മൈനസ് 0 ഡിവൈഡ് ബൈ 2. സോ 1/2. അപ്പോൾ എന്ത് 0.5 കിട്ടി. അതാണ് എന്ത് ചെയ്തു? ഈ 0യുടെ കൂടെ ആഡ് ചെയ്തു. 0 + 0.5 എനിക്ക് എന്ത്? 0.5. അപ്പോൾ 0.5 ഞാൻ ഡോട്ടഡ് ലൈൻ വരച്ചു. സോ ഐ എം ഗെറ്റിംഗ് 0. അത് ഞാൻ 0 എടുത്തു. ദെൻ 1.5 അതിന് 1. അപ്പോൾ നോർമലൈസ് ചെയ്തു. ഓക്കെ, അപ്പോൾ നോർമലൈസേഷൻ ആകും. ഇനി നമ്മൾ എന്ത് ചെയ്തു? ദാറ്റ് ഈസ് കോൾഡ് ക്വാണ്ടൈസേഷൻ. ഇവിടെ നോക്കുക, ഇവിടെ ഒരു കുഴപ്പം എന്നാന്ന് ചോദിച്ചാൽ ഇപ്പം ഞാൻ എന്നിട്ടാണ് ക്വാണ്ടൈസേഷൻ വാല്യൂയിലേക്ക് പോകുന്നത്. എനിക്ക് നോക്കി ഈ സിഗ്നൽ വാല്യൂ എന്ന് പറയുന്നത് പൾസ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ എടുക്കുക. ഈ വാല്യൂ ഇതെടുക്കുമ്പോൾ എന്താണ്? ഇത് വെച്ചെടുക്കുമ്പോൾ ഇറ്റ് ഈസ് 1.1ലാണ് ഈ സിഗ്നൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ 1.1ലാണ് സിഗ്നൽ സ്റ്റാർട്ട് ചെയ്തു. ദെൻ സെക്കൻഡ് നോക്കുക. സെക്കൻഡ് എന്തിനാണ് സിഗ്നൽ വരുന്നത്? ഇറ്റ് ഈസ് കം ഹിയർ. അപ്പോൾ എന്തോന്നു? 9.4 അല്ലേ? ഇതെന്ന് പറയുന്നത് 9 ആണ്. 9.4ൽ വന്നു. 9.2ൽ വന്നു. സോ 9.2, 15.2, അങ്ങനെ ഓരോ എന്താണ് എൻ്റെ നോർമൽ സിഗ്നൽ ലെവലിൽ എൻ്റെ വോൾട്ടേജ് എത്രയാണെന്നുള്ളതാണ് ഞാൻ എഴുതി. എൻ്റെ സിഗ്നലിൻ്റെ നോർമൽ ഇതിലുള്ള വോൾട്ടേജ് എത്രയാണെന്ന് ഞാൻ എഴുതി. ദെൻ ഇനി എന്ത് ചെയ്യുന്നു? ഇതിനെ ഞാൻ നോർമലൈസ് ചെയ്യുന്നു. നോർമലൈസ് ചെയ്യുന്നത് ഈ സൈഡിലെ വാല്യൂ ആണ്. സിഗ്നൽ ലെവൽസിൻ്റെ നോർമലൈസ് ക്വാണ്ടൈസ്ഡ് വാല്യൂസ് എന്ന് പറയും, അല്ലെങ്കിൽ ക്വാണ്ടൈസ്ഡ് കോഡ് എന്ന് പറയും. ദാറ്റ് ഈസ് കോൾഡ് ക്വാണ്ടൈസ്ഡ് കോഡ്. അപ്പോൾ ക്വാണ്ടൈസ്ഡ് കോഡിൽ ഏതാണോ തൊട്ട് നിയറസ്റ്റ്, ആ പോയിന്റിന് തൊട്ട് നിയറസ്റ്റ് ആയിട്ട് വരുന്നത് അതാണ് എടുക്കുന്നത്. ഇപ്പം നോക്കുക, വ്യത്യാസം ഞാൻ പറയാം. എന്തുകൊണ്ട് ഞാൻ 0 എടുത്തില്ല, എന്തുകൊണ്ട് ഞാൻ 1 എടുത്തു എന്ന് പറയാം. 1.1 ആണ് എനിക്ക് കിട്ടിയിരിക്കുന്ന വാല്യൂ. 1.1ൽ നിന്ന് 1ലേക്ക് പോകാനായിട്ട് ഐ നീഡ് ടു പ്ലസ് 0.4 കൊടുത്തു കഴിഞ്ഞാൽ 1ലേക്ക് പോകും. പക്ഷേ 1.1ൽ നിന്ന് 0ലേക്ക് പോകണമെങ്കിൽ ഐ നീഡ് ടു മൈനസ് 0.6 മൈനസ് ചെയ്താലേ പോകത്തുള്ളൂ. സോ ഏതാണ് ഏറ്റവും കുറവ്? ഇതാണ് ഏറ്റവും കുറവ്. സോ ഐ ഗോ ടു 1. അതുപോലെ എന്ത് ചെയ്തു? 9.2 എടുക്കുക. 9.2 വരുമ്പോൾ ഏറ്റവും ഏതാ പോകാൻ എളുപ്പം? 9ലേക്ക് പോകാൻ എളുപ്പം. 3 കൂട്ടിയാൽ മതി. പക്ഷേ തിരിച്ച് 8ലേക്ക് പോകണമെങ്കിലോ അത് 0.5 + 2 കൊടുക്കണം. അപ്പോൾ എന്ത് ചെയ്തു? ഞാൻ 9ലേക്ക് പോയി, 15ലേക്ക് പോയി, 10ലേക്ക് പോയി, അങ്ങനെ ക്വാണ്ടൈസ്ഡ് കോഡ് ഞാൻ കണ്ടുപിടിച്ചു. ഇനി ഈ ക്വാണ്ടൈസ്ഡ് കോഡ് എന്ന് പറയുന്നത് നോക്കുക, നമ്മുടെ ഹെക്സാഡെസിമൽ വാല്യൂസ് ആണ്. നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും 16 ബിറ്റ് ആയിട്ട്. അപ്പോൾ ഞാൻ 16 ബിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ എനിക്ക് വരുന്ന കോഡ് എത്രയാണ്? 8421 ആണ് 15 റെപ്രസെൻറ്റ് ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്തു? 8421 ആണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ 8421 എന്ന് പറയുമ്പോൾ എനിക്ക് റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് 15, 0 to 15, അപ്പോൾ 16 ലെവൽ വരെ റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ എത്ര പൊസിഷൻ മതി? 1, 2, 3, 4 പൊസിഷൻ. സോ എന്ത് ചെയ്തു? ഞാൻ അതിൻ്റെ കോഡ് 4 പൊസിഷൻ വെച്ച് 1നെ റെപ്രസെൻറ്റ് ചെയ്തു, 4 പൊസിഷൻ വെച്ചു 9നെ റെപ്രസെൻറ്റ് ചെയ്തു. ഓക്കെ, 8421. അപ്പോൾ എന്ത് 1, 8 + 1 9. അപ്പോൾ അതിന് 8നും 1നും വന്നു. 15നും അതുപോലെ ചെയ്തു, 10നും അതുപോലെ ചെയ്തു, 5നും അതുപോലെ. സോ എൻ്റെ ഡിജിറ്റൽ വാല്യൂ എന്ന് പറയുന്നത്, ഈ സിഗ്നലിൻ്റെ ഡിജിറ്റൽ വാല്യൂ എന്ന് പറയുന്നത് ഈ പൾസ് കോഡാണ്. ഇതിനെ കമ്പൈൻ ചെയ്ത് എഴുതി കഴിഞ്ഞാൽ
ഈ കമ്പൈൻ ചെയ്ത വാല്യൂ ആണ് ഞാൻ എന്ത്